की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली। सर तेरे पाँव पड़ू। നമസ്കാരം. മൊണാലിസ, നമ്മുടെ വൈറൽ താരം, കുംഭമേളയിൽ മാല വിറ്റു നടന്ന നാടോടി പെൺകുട്ടി. ആ പെൺകുട്ടി ഇന്നലെ വിവാഹിതയായി. ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ചു. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പൂവാറുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വന്ന് അതിനെ കല്യാണം നടത്തി കൊടുത്തു എന്നുള്ളതാണ്. അതിപ്പോ വൻ വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത വൻ വിവാദമായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അതായത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ, കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കേരളത്തെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അതല്ല, ഇവിടെ മതേതരത്വമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയിലുള്ളവർ ഉൾപ്പെടെ വന്ന് ഈ ഒരു വിവാഹം നടത്തി കൊടുത്തത് എന്നുള്ളതാണ്. അതിനകത്ത് ഭർത്താവ് പറയുന്നുണ്ട്, അവൾ എന്നെ പ്രപ്പോസ് ചെയ്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കെട്ടാന്ന് കരുതി. വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവൾക്ക് വേറെ ആരോ ആലോചിച്ച് വെച്ചിരുന്നു എന്നൊക്കെ ഈ പറയുന്ന മൊണാലിസ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന റിയൽ കേരള സ്റ്റോറി ആണോ അതോ ലവ് ജിഹാദ് ആണോ എന്നുള്ള തരത്തിലുള്ള ഒരു ഡിബേറ്റ്. അതായത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം. നമുക്ക് ഓർമ്മയുണ്ടാവും, അതായത് ഈ പറയുന്ന കുംഭമേളയിൽ ഈ പെൺകുട്ടി വൈറലായ സമയത്ത് അപ്പൊ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് 16 വയസ്സാണ് എന്നാണ്. അത് നടന്നിട്ട് ഏതാണ്ട് 1 കൊല്ലം ഒക്കെ കഴിയും, 1.5 കൊല്ലം ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമേ കഴിയാനുള്ള സമയമായിട്ടുള്ളൂ. അപ്പോ ഈ 18 വയസ്സ് പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിമിനെ കൊണ്ട് എന്ത് ചെയ്തു കെട്ടിച്ചു കൊടുത്തു എന്നുള്ള ഒരു വൻ വിവാദം, മനസ്സിലായോ, നടക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതുമല്ല, ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ എന്തൊക്കെ കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത് എന്ത് ചെയ്തു പെൺകുട്ടിയെ നിർബന്ധിച്ചു കല്യാണം കഴിപ്പിച്ചതാണെന്നും അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നും അവളുടെ അച്ഛനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരും കൂടി ബലപ്രയോഗം വെച്ച് ട്രിവാൻഡ്രത്ത് ഏതോ ഒരു സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസും പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്ത ആദ്യം കേൾക്കാം. ഓക്കെ. ാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ മന്ത്രിയും വിവാഹത്തിൽ പങ്കെടുത്തത്. CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നത്. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ആണ് ഡേറ്റ് ഓഫ് ബർത്തായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ബന്ധുക്കളുമായും സംസാരിക്കാതെയുമാണ് CPM വിവാഹത്തിന് മുൻകൈയെടുത്തത്. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്നതിനെ റിയൽ കേരള സ്റ്റോറിയായി പ്രചരണം നടത്തി കല്യാണം കൊഴിപ്പിക്കുകയായിരുന്നു. എന്നാൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിയവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ളവർ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ഇത് ജനൻ TV വന്ന വാർത്തയാണ്. സ്വാഭാവികം, അവർ ഇന്നലെ ഇതിനെക്കുറിച്ച് വാർത്തകളൊന്നും ഇട്ടില്ല, ഇന്നൊരു വാർത്ത ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ധരിച്ചു പറയുന്നത് എന്താണ്, ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ വന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അന്ന് പറഞ്ഞത് ഇവർക്ക് 16 വയസ്സ്, അതിനകത്ത് പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്ന മാധ്യമങ്ങൾ ഊഹിച്ചു പറഞ്ഞ വയസ്സാണോ എന്നുള്ള ഡൗട്ടുണ്ട്. അതുമല്ല, ഈ പെൺകുട്ടി എന്താണ് പോലീസ് സ്റ്റേഷനിൽ അവർ പ്രൂഫായിട്ട് കൊടുത്ത ഒരു സംഭവം, അതിനകത്ത് ഈ പറയുന്ന കറക്റ്റ് 18 വയസ്സ് കഴിഞ്ഞ് എന്താണ് 2 മാസവും ആയിട്ടുണ്ടോ, ഇത് അവിടെ കൊടുക്കാം. ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അവളുടെ ആധാറിൽ കൊടുത്തിരിക്കുന്നത് 18 വയസ്സെന്നാണ്. 1/1/2008 ആണ് ഇവരുടെ എന്താണ് പിന്നെ പിറന്നാൾ ദിനം. അതിനർത്ഥം ഈ പറയുന്ന ജനുവരി ആയപ്പോൾ അവൾക്ക് 18 കഴിഞ്ഞു. ഇപ്പോൾ 18 വയസ്സും കഴിഞ്ഞു, 2 മാസവുമായി എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. 2 പേര് വന്ന് എന്നെ കെട്ടിച്ചു തരണമെന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യം എന്താണ്? ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ വന്നു? കാരണം 18 വയസ്സെന്ന് പറയുമ്പോൾ വലിയ പക്വതയും കാര്യങ്ങളും ഇല്ലാത്ത പെൺകുട്ടികളാണ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമായിരുന്നു. ഇനി വേറെ എന്തെങ്കിലും തരത്തിൽ യവനെ പറഞ്ഞു മയക്കിയതാണോ? ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി പോകരുത്. കാരണം ഇനിയിപ്പോ നോർത്തിലുള്ളവരെല്ലാവരും ആരെങ്കിലും അടിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മതസ്ഥരെ ആരെങ്കിലും അടിച്ചുകൊണ്ട് ഇവിടെ വന്ന് നമ്മളെ മന്ത്രിമാർ ഉൾപ്പെടെ വന്ന് കെട്ടിച്ചു തരും എന്നുള്ള ഒരു സാധനം വരരുത്. മനസ്സിലായോ? അതായത്
ഈ പറയുന്ന കേരള സ്റ്റോറി പറഞ്ഞ് ലാസ്റ്റ് അത് ലവ് ജിഹാദിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ലവ് ജിഹാദിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. പൊതുവെ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ മുസ്ലിംസ് ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വളച്ചെടുത്ത് കല്യാണം കഴിച്ച് എന്ത് ചെയ്ത് അവരുടെ മതത്തിലേക്ക് ചേർന്നു, അതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കണം. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. നമ്മുടെ രണ്ടുപേര് വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ പിന്നെ മുന്നിലുള്ള അല്ലെങ്കിൽ അവരുടെ ചരിത്രം എന്തായിരുന്നു, ഈ പറയുന്ന പയ്യനെ വേറെ എത്ര രൂപ കെട്ടിയവൻ ഇതാണോ പണി, ഇത് എത്രാമത്തെ കല്യാണം, ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ ഇവർ ഈ വിവാഹം ചെയ്തു കൊടുത്തത് എന്നുള്ളത് അറിയില്ല. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ വോയിസ് കേൾക്കാം. ഓക്കെ. ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. മൊണാലിസയ്ക്ക് 16 വയസ്സെന്ന അമ്മ പറയുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे। आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू, मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया। मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर। तेरे पाँव पड़ू, मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में ठीक है। माता जी ये बताइए, इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयതി कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति, हेलो, मेरी लड़की का 16 साल का ही है। देखो आप भी फेमस हुई थी, 16 साल की है। ഓക്കെ, ഇവരിത് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. അതായത് ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ ഫേമസ് ആയപ്പോൾ അവൾക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുമല്ല, ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ കൊടുത്ത് മയക്കിയാണ് ഈ പറയുന്ന എന്താണ് ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്തിപ്പിച്ചത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ കൊടുത്ത് മയക്കിച്ച് ഈ പറയുന്ന ബലമായി കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു എന്നും, അതുമല്ല ഇവരുടെ ഭർത്താവ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്നു. അവിടെ വെച്ച് ഈ പറയുന്നവരെല്ലാവരും കൂടി ഈ പെൺകുട്ടിയുടെ അച്ഛനെ ബലമായി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിക്കുകയാണ് എന്നുള്ളതുമാണ് ഇവരുടെ ആരോപണം. മനസ്സിലായോ? അതായത് അവിടെയുള്ള മന്ത്രിമാരൊക്കെ ചേർന്ന് കൊണ്ട് എന്ത് ചെയ്തു, എന്റെ പെൺകുട്ടിയെ ബലമായിട്ട്, അതായത് ഈ പറയുന്ന പ്രായപൂർത്തിയാവും പോലും ആകാത്ത പെൺകുട്ടിയെ ഈ മന്ത്രിമാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ബലമായിട്ട് മറ്റൊരു എന്താണ് ഈ പെൺകുട്ടി എന്തൊക്കെ കൊടുത്ത് മയക്കി മറ്റൊരു അന്യമതസ്ഥനായ ഒരു മുസ്ലിം യുവാവിന് കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നത് വളരെ വളരെ എന്താണ് ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ്, സത്യമാണെങ്കിൽ എന്നുള്ളതാണ്. ഇനിയും ഇവരിവിടെ കൊടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഈ പറയുന്ന എന്താണ് നമ്മുടെ അവരുടെ പിന്നെ ഏജ് തെളിയിക്കുന്ന പിന്നെ എന്താണ് ഈ ആധാർ കാർഡ്, ഈ ആധാർ കാർഡ് വ്യാജമായിരിക്കാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല. മേ ബി നമ്മളൊക്കെ കണ്ടത് എന്താണ് ഈ പറയുന്ന മൊണാലിസ, അതായത് നമ്മളെ മീഡിയ വഴി കണ്ടതാണ് 16 വയസ്സേ ആയിട്ടുള്ളൂ, 17 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ള സംഭവം. യഥാർത്ഥത്തിൽ ഇന്നാണ് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആധാർ ഉൾപ്പെടെയുള്ളത് കാണിക്കുന്നത്. അത് വ്യാജമാണോ? ആവാനുള്ള ചാൻസസ് കുറവാണ്. വ്യാജമാണെങ്കിൽ അമ്മയാണ് 8ന്റെ പണിയാ കിട്ടാൻ പോകുന്നത്. ഈ 8ന്റെ പണി കിട്ടും. എനിക്ക് തോന്നുന്നു ഈ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. ഇനി ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ സാധനം ഇട്ടേരമേ. ഇത് ആരുടെ വീടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അവരെ ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് എവിടത്തേക്ക്, ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് നിലവിളക്കൊക്കെ കൊടുത്ത് ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കേരള ജനത ഇത് 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പറയുന്ന എന്താണ് അവരുടെ വയസ്സ്, അതായത് ഈ പെൺകുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളും, എനിക്ക് 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിൽ ഒന്നും അറിയില്ല. അവർ ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷയും പെൺകുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ ഈ പറയുന്ന ആലോചിച്ച് ചിന്തിച്ചെടുക്കാനുള്ള പ്രായമോ പക്വതയോ ഈ പെൺകുട്ടിയുടെ സംസാരത്തിലുള്ള ഈ പെൺകുട്ടിയെ കണ്ടാലും നമുക്ക് അങ്ങനെ തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പയ്യൻ ഈ പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ, അവൻ പറയുന്നു അവന്റെ കൂടെ അഭിനയിച്ചതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ എന്നെ പ്രപ്പോസ് ചെയ്തു, നമ്മൾ കെട്ടി എന്നാ പറയും. ഈ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല.
അതുമല്ല ഈ പെൺകുട്ടി ഈ പറയുന്ന ഒരു സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പക്വതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? അവള് ഈ പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കളിപ്രായം എന്നുള്ളത് പെട്ടെന്ന് ഈ പറയുന്നതാണ് ഈ മാലൊക്കെ വിറ്റ് നടന്ന ഒരു നാടോടി പെൺകുട്ടിയാണ് അല്ലേ. മാല പല ഈ പറയുന്ന കുംഭമേള പോലുള്ള അവിടെയൊക്കെ മാല വിറ്റ് നടന്ന് സ്വന്തം എന്താണ് പിന്നെ അന്നത്തിന് വേണ്ടിയിട്ട് മാല വിറ്റ് നടക്കുന്ന ഒരു നാടോടി പെൺകുട്ടിയായിരുന്നു. അവിടെ വെച്ച് ഒരാളെടുത്ത ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ഈ പെൺകുട്ടി വളരെ വൈറലാകുന്നതും ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ എല്ലാവരും വാനോളം പുകഴ്ത്തുന്നതും ഈ പറയുന്ന ഒരു ഐശ്വര്യ റായിയോട് കൂടെ വരെ കമ്പയർ ചെയ്ത് ഇവിടെ കണ്ണുകളെ ആരാധിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ഫാൻസും ഒരുപാട് കാര്യങ്ങളും പലരും ഇവിടെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അവരുടെ ജുവലറി ഉദ്ഘാടനത്തിന് വരെ കൊണ്ടുവന്നു. അവിടെ ഇത്തിരി പ്രായമുള്ള ഒരു വയസ്സായ ഇത്തിരി പ്രായമുള്ള ഒരു സംവിധായകൻ ഇവളെ കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ 4 കെട്ടിയെന്നോ അവൻ ഇതാണ് പരിപാടി എന്നോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്താണ് ഇവർ നേരെ കേരളത്തിലേക്ക് വരുന്നതും അവർക്കറിയാം. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നം മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇവരെ കൊണ്ട് കെട്ടിക്കില്ല. മനസ്സിലാവും, അവിടെ ഭയങ്കര പ്രശ്നമാണ്. അതായത് ഒന്നിതൊരു ഹിന്ദു യുവതിയാണ്, 4 ആൾ അറിയുന്ന ഒരു യുവതിയാണ്. അവിടെ ഒരു മുസ്ലിം പയ്യനെ കെട്ടിച്ചെടുക്കാൻ ആരും കൂട്ടു നിൽക്കില്ല എന്നത് മാത്രമല്ല, നേരെ വിളിച്ച് ഇവൻ ഇടി വേണമെങ്കിൽ കൊടുക്കും. കേരളത്തിലേക്ക് വന്ന അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. ഇവിടെ നമ്മളെ കല്യാണം കഴിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് വന്നത്. അത് നമ്മുടെ കേരളത്തിന്റെ വിജയം തന്നെയാണ് ഒരു പരിധി വരെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ ഏജ്, അവരുടെ ഈ പറയുന്ന ചരിത്രം എന്താണ്, എന്തൊക്കെയായിരുന്നു, ഈ പെൺകുട്ടിയെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അവർ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ പറ്റും, അതൊക്കെ തിരക്കിന് ശേഷമാകണം ഇങ്ങനെയുള്ള വിവാഹങ്ങൾ കഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും വൻ വിവാദമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ചിലപ്പോൾ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 100 കമന്റ് ചെയ്ത് നമുക്ക് കാണാം. ശരി.